സിയാർത്തുമായി ബന്ധപ്പെട്ട് കാളിയാർ റോഡ് മക്കാമിലെത്തിയതാണ്. കാളിയാർ റോഡിൻ്റെ മക്കാമും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളുമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. കാളിയാർ റോഡ് പല പ്രാവശ്യം വന്നിട്ടുള്ള എൻ്റെ കൂടെ ഇപ്പോൾ ഈ സിയാർത്തുമായി ബന്ധപ്പെട്ട് വന്ന ഉസ്താദ് അതുപോലെ സുഹൃത്തുക്കളൊക്കെയാണ്. അവർ നമ്മൾ കാളിയാറിനെ കുറിച്ച് അവർ കണ്ട മാറ്റങ്ങൾ, കാളിയാർ റോഡിൻ്റെതായ അവരുടെ നിരീക്ഷണങ്ങൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിശദീകരിക്കുന്നു. ഉസ്താദേ, നിങ്ങളിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം അവിടെ വരുന്നത്? മൂന്നാമത്തെ തവണയാണ് വരുന്നത്. നിങ്ങൾ ഓരോ തവണ വന്നപ്പോഴും ഇവിടെ ഇപ്പോൾ നിങ്ങൾ വന്നപ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? അന്ന് ഇല്ലാത്തൊരു ഭാഗത്ത് ഈ കാണുന്ന മുൻവശത്തുള്ള ഈ സംവിധാനങ്ങളൊന്നുമില്ല. 1990 ആദ്യത്തെ വരവ്. പിന്നെ അത് 2 പ്രാവശ്യം വന്നത് രാത്രിയാണ്. പിന്നെ ഇപ്പോൾ വരുന്നത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് നല്ല സുഭിക്ഷമായ ഒരു ഭക്ഷണം ഇതെന്നുണ്ട്. ഉച്ചക്കും രാത്രിയും തികച്ചും സൗജന്യമായിട്ട് ഇത് എല്ലാ ദിവസങ്ങളിലും കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വരവൊക്കെ ഇവിടെ കമ്മിറ്റി വഹിക്കും. അതിനുള്ള വരുമാനങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിത്യേന സന്ദർശകരൊക്കെ ഒരുപാട് ആളുകൾ, ദിവസം നൂറുകണക്കിന് ആളുകൾ ഇവിടെ സിയാറത്തിന് വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഈ കിടക്കുന്ന മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ മറവട്ട് കിടക്കുന്നത്. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല ഹൃദയശുദ്ധിയുള്ള സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.